നമസ്കാരം. നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നോണക്കുഴി എന്ന വിജയ ചിത്രത്തിന്റെ കഥാകൃത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമുക്ക് കിട്ടിയ ന്യൂസ് ഒന്ന് 20 കോടി ടച്ച് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ഹാർട്ടി കൺഗ്രാജുലേഷൻ സാർ. ഡി ടു ഡി ടോക്സിന്റെ ബിനു ആണ്. സുഖമാണോ സാറേ? താങ്ക് യു വെരി മച്ച്. സാറിനെ ഒറ്റയ്ക്കൊരു ഒരു സോളോ ഇന്റർവ്യൂവിന് കിട്ടുന്നത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് സമയം തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് 3 സിനിമയുടെ ബന്ധമാണ്. കൂമൻ, ട്വൽത്ത് മാൻ, ഇപ്പൊ പറഞ്ഞ നുണക്കുഴി. പക്ഷെ താങ്കളെ കുറിച്ച് ആർക്കും സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ജിത്തു ജോസഫ് സാറുമായിട്ട് അസോസിയേറ്റഡ് എന്നല്ലാതെ താങ്കളെ കുറിച്ച് ഒരു വ്യക്തിപരമായിട്ട് ഇൻഫർമേഷൻസ് ഓഡിയൻസിനില്ല. അപ്പൊ ഞാൻ കുറച്ച് വ്യക്തിപരമായിട്ട് ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് നുണക്കുഴിയിലേക്ക് പോകാം. അത് ശരിയാവോ സാറേ? പിന്നെന്താ. സാറ് ശരിക്കും പറഞ്ഞാൽ എത്ര വർഷമായിട്ട് സാറിനെ കുറിച്ചൊന്ന് പറയാമോ? സാറ് എവിടെ നിന്നാണ് വരുന്നത്? അല്ല, ഞാൻ ബേസിക്കലി എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ജേർണലിസം കഴിഞ്ഞ ആളാണ്. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ മീഡിയ ഫീൽഡിലേക്ക് പോകാതെ, മീഡിയ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തന മേഖലയിലേക്ക് പോകാതെ ഞാൻ അഡ്വർടൈസിങ് മേഖല തെരഞ്ഞെടുത്ത ആളാണ്. അഡ്വർടൈസിങ് ഏജൻസിയിൽ കോപ്പി റൈറ്റർ ആയിരുന്നു. കോപ്പി റൈറ്റർ ആയിട്ടാണ് എന്റെ കരിയറിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ശരി. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺ ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. ഒരു 96 ഞാൻ ഓൺ ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. 96 എൻഡോട് കൂടിയ. അതൊരു 20 ഇയേഴ്സ് സ്വന്തം ഏജൻസി നടത്തുമായിരുന്നു. അപ്പൊ ഞാൻ പ്രിന്റ് മീഡിയ ആണോ അതോ വിഷ്വൽ മീഡിയ ഉണ്ടോ? പ്രിന്റ് മീഡിയ രണ്ടും ഉണ്ടായിരുന്നു. പ്രിന്റും വിഷ്വലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഏജൻസി ഫീൽഡിലേക്ക് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു സിനിമയോടുള്ള നമ്മുടെ ഒരു താല്പര്യം കാരണം. ഈ ജേർണലിസം ഒക്കെ കഴിഞ്ഞ് നമ്മൾ സിനിമ എങ്ങനെയെങ്കിലും അതിൽ കയറി പറ്റണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്വർടൈസിംഗ് ഫീൽഡ് തെരഞ്ഞെടുത്തത്. ഇതൊരു കുറച്ച് സാമ്യമുള്ള മേഖലയാണല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ നമ്മളതിന്റെ ബിസിനസ്സിനകത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൽ നമ്മളങ്ങ് മുങ്ങിപ്പോകും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മളിതിനിടയ്ക്ക് ഞാൻ ഈ ഏജൻസി തുടങ്ങുന്നതൊക്കെ കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ജിത്തുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. ജിത്തു ജോസഫുമായിട്ട്. ജിത്തു സാറിനെ എങ്ങനെ എവിടെ കാണുന്നേ? ആക്ച്വലി എങ്ങനെ നിങ്ങൾ അതൊരു ഞാൻ ഈ പഠിക്കാൻ വന്ന സമയത്ത് എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു തേവരയില്. അവിടെ വെച്ചിട്ടാണ് ഒരു 25 വർഷത്തിന് മേലെയുള്ള സൗഹൃദം. 25-30 വർഷത്തോളമായി ഞങ്ങൾ തമ്മിൽ സൗഹൃദമായി. അവിടെ ജിത്തുവിന്റെ 1-2 ഫ്രണ്ട്സ് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ജിത്തു വരികയും അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുകയും പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ആ സൗഹൃദം ദൃഢമായി വരികയും ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന രീതിയിലേക്കൊക്കെ ജിത്തുവിന്റെ മമ്മിയമ്മയൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഫ്ലാറ്റിൽ 3 ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ 3 പേര് ഷെയർ ചെയ്ത് താമസിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സൗഹൃദത്തിലേക്ക് അത് വളർന്നു വന്നതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് സിനിമയോട് താല്പര്യമുണ്ട്. ഇടയ്ക്ക് ഈ ജിത്തുവിൻ്റെ അടുത്ത് മമ്മിയന്മയുടെയൊക്കെ സമയത്തൊക്കെ ഡിസ്കഷനിലൊക്കെ നമ്മളിങ്ങനെ പങ്കെടുക്കും പല ഇതിലുമൊക്കെ. അപ്പൊ ചില കഥകളൊക്കെ പറയും. അപ്പൊ ജിത്തു എഴുതാൻ പറയും. പക്ഷെ നമ്മൾ ആ ഒരു ബിസിനസിന്റെ ഒരു തിരക്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ അതങ്ങോട്ട് വിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അങ്ങനെ ഒരു 2016 ഒക്കെ ആയപ്പോഴാണ് എഴുതണം എന്നുണ്ടെങ്കിൽ ബിസിനസ് നിർത്തിയാലേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ ബിസിനസ് നിർത്തി. ഒരു 43-44 വയസ്സായപ്പോഴാണ് ഞാൻ സിനിമ എഴുതാനായിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സിനിമ 1-2 കഥകളൊക്കെ ജിത്തുവിനോട് പറഞ്ഞു. അതില് 2018 കൂമൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. 2018 അതിനു മുമ്പ് വേറൊരു കഥ പറഞ്ഞു. അതിങ്ങനെ വർക്കൗട്ടായി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് പല കാരണങ്ങളാൽ നടക്കാതെ വന്നു, നീട്ടിവെച്ചു. അപ്പോൾ ഞാൻ കൂമന്റെ കഥ പറഞ്ഞു. കൂമൻ വർക്ക് ചെയ്ത് ഏതാണ്ട് സ്ക്രീൻ പ്ലേ ഒക്കെ റെഡി ആയി കഴിഞ്ഞ ഒരു സമയത്താണ് കോവിഡ് വരുന്നതും. നമുക്ക് ആ ഷൂട്ട് കൂമൻ ഒരു കുറച്ചും കൂടെ വലിയ ക്യാൻവാസിലുള്ള ഒരു പടം, ഒത്തിരി ആൾക്കാരും ഒത്തിരി ലൊക്കേഷനും ഒക്കെ ഉള്ള ഒരു പടം ആയതുകൊണ്ട് അത് നടക്കാതെ വന്നു. അപ്പൊ നടക്കാതെ അല്ല, അത് നീട്ടി വെക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ 12th മാൻ എന്ന് പറയുന്നത് നമ്മുടെ ആ സമയത്ത് ചെയ്യാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ 12th മാൻ വരുന്നത്. അങ്ങനെ കുറച്ച് വൈകിയെങ്കിലും അവസാനം മോഹൻലാലിന്റെ കൂടെ തുടങ്ങുക എന്നുള്ള ഒരു ഭയങ്കര ലക്കി ബിഗിനിങ്ങിലേക്ക്, അങ്ങേറ്റത്തെ ഭാഗ്യ തുടക്കത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റും. അതെ മനസ്സിലായി. അപ്പൊ അതാണ് ഒരു അനുഗ്രഹം തന്നെയാണ്. മലയാളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു നടന്റെ കൂടെ താങ്കൾക്ക് ഒരു ഡെബ്യൂ കിട്ടുക എന്ന് പറഞ്ഞത്. അപ്പൊ സാർ അത് ഓർക്കുന്നുണ്ടോ സാറേ? ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ 12th മാന് എങ്ങനെയാ 12th മാനിലേക്ക് എത്തിപ്പെടുന്നത്? ആക്ച്വലി ആ സ്ക്രിപ്റ്റ് മോഹൻലാൽ 12th മാന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂമന്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്ത് അത് ജിത്തുവിന് വളരെ ഒരു ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് ബോംബെ എന്നൊരു പ്രൊഡ്യൂസർ
ഈ 12th മാന്റെ പ്രൊജക്റ്റുമായിട്ട് അവർ ഇങ്ങോട്ട് വരുന്നത്, അവരൊരു ത്രെഡുമായിട്ട് വരുന്നത്. അപ്പൊ അത് ജിത്തു എന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊന്ന് വർക്ക് ചെയ്തിട്ട് അത് ശരിക്കും പറഞ്ഞ ഒരു കോമഡി ഡ്രാമ സ്റ്റൈലിലുള്ള ഒരു ത്രെഡുമായിട്ടാണ് വന്നത്. പക്ഷെ ഞാനത് വർക്ക് ചെയ്ത് ഒരു ത്രില്ലർ മൂഡിലുള്ള ഒരു ഇത് സിനിമയിലേക്ക് അത് കൺവേർട്ട് ചെയ്തെടുത്തു. അപ്പൊ അത് നമ്മൾ ആദ്യം ആലോചിക്കുമ്പം കുറച്ച് യങ്സ്റ്റേഴ്സിനെയൊക്കെ വെച്ച് മേ ബി ഒരു ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലാത്ത ഒരു നടനെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ആലോചിച്ചിരുന്നതൊക്കെ. പക്ഷെ അത് എഴുതി വന്നു കഴിഞ്ഞപ്പം ജിത്തു എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിൽ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയാണിത് ജിത്തു, എനിക്കും അതൊരു ആഗ്രഹമുണ്ട്, ഇപ്പം പുള്ളി ചെയ്താൽ ഇത് നന്നാവും, ഞാനൊന്ന് ലാൽ സാറിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ജിത്തു അത് എനിക്കൊന്ന് ദൃശ്യം 2-ന്റെ ഷൂട്ട് നടക്കുന്ന ടൈമോ മറ്റോ ആയിരുന്നു ഞാൻ ഇതിന്റെ ഒരു ഫസ്റ്റ് 1 ലൈൻ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ. അപ്പൊ അന്നേരം ആ സമയത്ത് പറഞ്ഞു. അപ്പൊ ലാലേട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഥ. പിന്നെ ആന്റണി പെരുമ്പാവൂരിനോടും പറഞ്ഞു, അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യുന്നതും. സ്ക്രീൻ പ്ലേ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത് വായിച്ച് പുള്ളിക്ക് അത് ഓക്കെ ആയി. നമ്മള് ഷൂട്ടിലേക്ക് പോകുമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മള് വായിച്ചു കൊടുക്കുമല്ലായിരുന്നു, ഞാനത് അയച്ചു കൊടുക്കുമായിരുന്നു. കാര്യം കോവിഡ് ആയതുകൊണ്ട് ലാൽ സാറ് ചെന്നൈയിലായിരുന്നു. അപ്പൊ നമ്മൾ സ്ക്രീൻ പ്ലേ അയച്ചു കൊടുത്തിട്ട് പുള്ളി ഫോണിൽ കോൺഫറൻസ് കോളിൽ വന്നിട്ട് ഞങ്ങൾ ഡിസ്കഷൻ, അങ്ങനെയായിരുന്നു അത് അതിന്റെ ഒരു ബിഗിനിങ്ങിലേക്ക് മീറ്റിംഗ്. അപ്പൊ ആദ്യമായിട്ട് ലാൽ സാറുമായിട്ട് മീറ്റ് ചെയ്ത് കഥ ജിത്തു സാറാണോ ലാൽ സാറുമായിട്ട് പറയുന്നത്, ലാലേട്ടനുമായിട്ട് പറയുന്നത് ജിത്തു സാറാണോ ഇങ്ങനെ ഒരു തീം, അതോ കൃഷ്ണകുമാർ സാറാണോ പറയുന്നത്? അതെ അതെ അതെ. ഈ കഥയുടെ ഒരു ത്രെഡ് പറയുന്നത് ദൃശ്യം 2-ന്റെ സമയത്ത് ജിത്തു ആണ് പറയുന്നത്. എന്നോട് ചോദിച്ച ശേഷം പുള്ളിയാണ് ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട്, ഇങ്ങനെ ഒരു 1 ലൈൻ ഇങ്ങനെ ഒരാള് എഴുതിയത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് അതിന്റെ കഥ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് ഇൻട്രസ്റ്റ് ആയി. അത് സ്ക്രീൻ പ്ലേ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോവായിരുന്നത്. സാറേ, അപ്പം ഫസ്റ്റ് ആ മീറ്റിംഗ് ഓർമ്മയുണ്ടോ? സ്ക്രീൻ പ്ലേ അയച്ചു കൊടുത്ത് ലാലേട്ടനുമായിട്ടുള്ള മീറ്റിംഗ് എങ്ങനെയായിരുന്നു? പിന്നെ അല്ല, അത് ടെലിഫോണിക് കോൺവെർസേഷൻ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു, ഞാനിപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം ഞാനൊരു ഭയങ്കര ഒരു കട്ട മോഹൻലാൽ ആരാധകനാണ്. വളരെ ചെറുപ്പം മുതലേ ഞാൻ മോഹൻലാലിനോട് എനിക്ക് അത്ര ഭയങ്കര ആരാധനയുള്ള ഒരാളാണ്. ഞാനത് എവിടെയും മറച്ചു വെക്കാറൊന്നുമില്ല, ഞാൻ തുറന്നു പറയുന്ന ഒരാളാണത്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഇത് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പൊ ജിത്തുവിനോട് പറഞ്ഞു സ്ക്രീൻ പ്ലേ അയച്ചു കൊടുത്തിട്ടുണ്ട്, ലാലേട്ടൻ വായിച്ചിട്ട് വിളിക്കും എന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഒരു ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ജിത്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാലേട്ടൻ ലൈനിലുണ്ട്, ഞാൻ കോൺഫറൻസ് കോളിൽ ഇടാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹവുമായി സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു സാർ ടെൻഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ആദ്യമായിട്ട് എഴുതി വേറൊരാളുടെ അടുത്തേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ്. അതും മോഹൻലാലിനെ പോലെ ഇത്രയും വലിയൊരു നടന്റെ മുമ്പിലേക്ക് 300 സിനിമ 350 സിനിമ ഒക്കെ ചെയ്ത് ആ സമയത്ത് നിൽക്കുന്ന ഒരു നടന്റെ മുമ്പിലേക്ക്. അപ്പൊ 350 സിനിമ ചെയ്ത ഒരാൾ 1000 തിരക്കഥ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കയ്യിലേക്കാണ് നമ്മുടെ തിരക്കഥ അയച്ചു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം വായിച്ചിട്ട് വിളിച്ചിട്ട് ആദ്യം മുതലുള്ള പല കാര്യങ്ങളിലുള്ള പുള്ളിയുടെ ആശങ്കകള്, സംശയങ്ങൾ, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ്, അത് നമുക്ക് അതിനകത്തൊരു ഭയങ്കര അത്ഭുതം തോന്നിയത് ഈ വായിച്ചിട്ട് ഫുൾ വായിച്ചിട്ട് ഇടയ്ക്കൊക്കെയുള്ള സീനുകളിൽ നിന്നുള്ള ഡയലോഗുകൾ വരെ സഹിതം ലാലേട്ടൻ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയില്ല. അവിടെ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അപ്പൊ അത് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അത് കണക്ട് ആവുമോ, അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ, അങ്ങനെ വരെ. അപ്പൊ നമുക്ക് മനസ്സിലായത് ഡെപ്തിൽ അത് വായിച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ നല്ല ടെൻഷനിലാണ് മറുപടിയൊക്കെ പറഞ്ഞത് കുറച്ച്. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കൺവിൻസ്ഡ് ആയോ. അപ്പൊ കുറെ സജഷൻസ് ഒക്കെ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജിത്തു എന്നെ രണ്ടാമത് വിളിച്ചിട്ട് വന്ന്, ടെൻഷൻ അടിക്കണ്ട, ലാലേട്ടൻ ഇങ്ങനെയാണ്, കുറെ സംശയങ്ങൾ ചോദിക്കും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കൃഷ്ണകുമാറിന് ടെൻഷൻ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ടെൻഷൻ അടിക്കണ്ട, ഇങ്ങനെ കുറെ സംശയങ്ങൾ ചോദിക്കും. അതിൽ നമ്മൾ ഈ പറഞ്ഞ സംശയങ്ങളിൽ നമ്മൾ പരിഹരിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കൂടെ ബോധ്യപ്പെടുത്താൻ മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതിലൊന്ന് റീവർക്ക് ചെയ്ത് ബോധ്യപ്പെടുത്തി എടുത്തത്. ബോധ്യപ്പെടുത്തി എടുത്തു എന്ന് കിട്ടിയത് ആരാ ന്യൂസ് തന്നെ? ജിത്തു സാറാണോ തന്നത് അതോ? അല്ല, അത് തീർച്ചയായിട്ടും ഞാനത് ഈ കറക്ഷൻസ് എല്ലാം ചെയ്ത് നമ്മളത് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പം സാർ ഓക്കെ ആണെന്ന് പറഞ്ഞു എന്ന് ജിത്തുവാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഈ 12th മാന്റെ ഷൂട്ടിങ്ങിന് ഓർമ്മയുണ്ടോ? കോവിഡ് സമയത്താണ് ഒരേ ലൊക്കേഷൻ. അപ്പം അതിന്റെ എങ്ങനെയായിരുന്നു അതിന്റെ ആദ്യം ലാലേട്ടനെ കണ്ട ഒരു നേരിട്ട് കണ്ടത്? അതൊക്കെ ഭയങ്കര ഈ കഥയെല്ലാം നമ്മുടെ പിന്നെ ബിഗിനിങ് കഥയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭയങ്കര ഭാഗ്യം കിട്ടിയ പോലത്തെ ഒരു 10-30 ദിവസമായിരുന്നു 12th മാന്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം 12th മാന്റെ ഷൂട്ടിംഗ് സമയം അന്ന് നമ്മൾ ഈ കോവിഡ് ആയതുകൊണ്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. പുറത്തുനിന്ന് ആൾക്കാർക്ക് അകത്തേക്ക് വരാനോ അകത്തുനിന്ന് ആളെ പുറത്തേക്ക് വിടാൻ. ഇത് പുറത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് വേണമായിരുന്നു ഷൂട്ട് ലൊക്കേഷനിലേക്ക് വരാനായിട്ട്. അപ്പൊ നമ്മളൊരു
കുളമാവില് ഗ്രീൻബർഗ് എന്ന് പറയുന്ന റിസോർട്ടില്, അതൊരു 10-65 ഏക്കറുള്ള ഒരു സ്ഥലമാണ്. അതിനകത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-35 കോട്ടേജോ എന്തോ ഉണ്ട്. ഓക്കെ. അതിനകത്തിലായിരുന്നു മെയിൻ ആർട്ടിസ്റ്റുകളും ക്രൂവും എല്ലാം താമസിക്കുന്നത്. പിന്നെ കുറച്ച് പേര് തൊടുപുഴയിൽ ഒരു ഹോട്ടലിലും താമസിച്ച് അവിടുന്ന് അവരെ കൊണ്ടുവരുമായിരുന്നു, ബാക്കി കുറച്ച് ടെക്നീഷ്യൻ. മനസ്സിലായി. അപ്പൊ നമ്മളിതിൽ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്ന അങ്ങനെ ഒരു ഷൂട്ടിംഗ് വളരെ അപൂർവമാണ്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും രാത്രിയൊക്കെ എല്ലാവരും ഒന്നിച്ച് ഇന്ററാക്ട് ചെയ്യുന്നു. ഷൂട്ടുള്ള സമയത്ത് സാധാരണ ഇതിൽ ഒരു സിനിമയുടെ ഷൂട്ടുള്ള സമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവർ മാത്രം കാണും, ബാക്കിയുള്ളവർ ഒന്നിൽ വീട്ടിൽ പോകും അല്ലെങ്കിൽ ഹോട്ടലിൽ പോകും. അങ്ങനെയാണ്. ഈ ഹോട്ടലിലാണെങ്കിലും അങ്ങോട്ടൊക്കെയുള്ള ഇന്ററാക്ഷൻ ഭയങ്കര കുറവാണ്. ഇതൊരു റിസോർട്ട് ആയതുകൊണ്ട് എപ്പോഴും ഭയങ്കര ക്ലോസ്ലി നിറ്റ് ആയിരുന്നു ആ കമ്മ്യൂണിറ്റി. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിനകത്തിൽ അഭിനയിച്ച ആൾക്കാരെല്ലാം തമ്മിൽ ഭയങ്കര ക്ലോസ് ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഇതിനകത്തിൽ കിട്ടിയ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻ്റയർ പ്രോപ്പർട്ടിക്കകത്ത് ഒരു 3 കോട്ടേജ് കുറച്ച് ദൂരെ മാറിയുണ്ടായിരുന്നു. ഇതിന്റെ ഈ ബാക്കിയുള്ള കോട്ടേജുകളെല്ലാം അവിടുന്ന് ഒരു എനിക്ക് തോന്നുന്നു 1/2 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നമ്മൾ നടന്നു പോകുന്നത് പോലെയൊക്കെയാണ്. ഈ 3 കോട്ടേജിൽ ഒരെണ്ണത്തിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഒരെണ്ണത്തിലാണ്, തൊട്ടപ്പുറത്തെ കോട്ടേജിലാണ് ലാലേട്ടന് വേണ്ടി സെറ്റ് ചെയ്തിരുന്നത്. അതാണ്. അപ്പം എന്റെ കോട്ടേജില് അപ്പുറത്തെ റൂമില് ഉണ്ണിമുകുന്ദൻ ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് ഒരു കോട്ടേജും കൂടെ ഉണ്ട്. അവിടെ സൈജു കുറുപ്പും രാഹുൽ മാധവ് എന്ന് പറയുന്ന ആക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ 5 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ വൈകുന്നേരം ഒക്കെ ഒരു 9 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം പല സ്ഥലങ്ങളിലേക്ക് താമസിക്കുക, അവരുടെ കോട്ടേജുകളിലേക്ക്. പിന്നെ ഞങ്ങൾ ഒരു 3-4 പേര് മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളായിരുന്നു. അതിൽ തന്നെ ചിലപ്പോൾ നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ സൈജുവിനും മറ്റവർക്കും ഒക്കെ ഷൂട്ട് ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകും അവരുടെ സീൻസ് എടുക്കാനായിട്ട്. അപ്പം മിക്കവാറും എനിക്ക് ലാലേട്ടനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഒത്തിരി അവസരങ്ങൾ ആ ഒരു 10-30 ദിവസം കിട്ടിയിട്ടുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് ഇടപെടാനും. രാവിലെ ഇപ്പം ഞാൻ പലപ്പോഴും പറയും, ഞാൻ രാവിലെ മൂരിയൊക്കെ നിർത്തി എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി ഒരു ചായ കിട്ടുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇറങ്ങി നോക്കുമ്പോൾ ലാലേട്ടൻ പുറത്ത് നിന്നിട്ട് എക്സർസൈസ് ചെയ്യായിരിക്കും. ആ സമയത്തൊരു ബോക്സിങ്ങിന്റെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പ്രിയൻ സാറും ലാലേട്ടനും കൂടെ. അപ്പൊ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് റിംഗ് ഒക്കെ കെട്ടി അതിനൊരു പഠിപ്പിക്കാൻ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പ്രാക്ടീസ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോയിന്നിട്ട് ഞാൻ ഉണ്ണിമുകുന്ദനും ഒക്കെ കൂടെ അവിടെ പോയിന്നിട്ട് ഈ ബോക്സിംഗ് ഒക്കെ കാണും. അപ്പം അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപെടാൻ എനിക്ക് അവസരം കിട്ടിയായിരുന്നു. പിന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിലും ഫ്രീ ആവുന്ന സമയത്ത് ലാലേട്ടൻ വിളിക്കും. അപ്പൊ നമ്മള് പോയിരുന്ന് പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയും. എനിക്ക് തോന്നുന്നു ഒത്തിരി കഥകൾ. എനിക്കും ഭയങ്കര സിനിമയോട് ഭയങ്കര ഒരു താല്പര്യമായതുകൊണ്ടും ഭയങ്കര ചെറുപ്പം മുതലേ ഈ മറ്റേ ലാലേട്ടനെ കണ്ടിങ്ങനെ നമ്മൾ സിനിമയോട് താല്പര്യം അതൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ട് പഴയ കഥകൾ ഒത്തിരി എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പത്മരാജൻ സാറൊക്കെ ആയിട്ടുള്ള ലാലേട്ടന്റെ ഒരു കുറെ ദീർഘവർഷത്തെ ബന്ധം, അടുപ്പം. കാര്യം ഞാന് ഹരിപ്പാടുകാരനാണ്, പത്മനാഭൻ സാറിന്റെ വീട് കൊടുകുളമാണ്. നമ്മൾ ആ ഇടയ്ക്കിടയ്ക്ക് മറ്റേ പത്മനാഭൻ സാറിന്റെ വീട്ടിലൊക്കെ പോകുന്ന കാര്യമൊക്കെ, ഞാൻ വരക്കൽ തറവാട്ടിലൊക്കെ പോയി വെറുതെ അവിടെ പറമ്പിലൊക്കെ നടക്കും. ഇത് ഇത്തരത്തിലൊരു ജീനിയസിന്റെ വീടാണല്ലോ അത്. ആ കഥയൊക്കെ പറയുമ്പം ലാലേട്ടൻ സാറുമായിട്ടുണ്ടായിരുന്ന അടുപ്പത്തെ പറ്റിയുള്ള ദീർഘവർഷത്തെ കഥകള്, മറ്റേ നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളൊക്കെ ഷൂട്ട് ചെയ്ത സമയത്തെ കഥകള്, അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ കഥകൾ പുള്ളി പറഞ്ഞ് എനിക്ക് തോന്നുന്നു വളരെ അടുപ്പത്തിലാണ്. ഈ 12th മാന്റെ സമയത്ത് പിരിയുന്നത് വളരെ അടുപ്പത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു അടുപ്പം എവിടെ വെച്ച് കണ്ടാലും ആ സ്നേഹവും, നമ്മൾ ഒരു കാര്യത്തിന് പുള്ളിയുടെ ഫ്ലാറ്റിലേക്കോ വീട്ടിലേക്കോ എല്ലാം ചെന്നാൽ ആ അടുപ്പവും സ്നേഹവും എല്ലാം പുള്ളിക്കുണ്ട്. അത് വളരെ ക്ലോസ് ആയ ഒരു ബന്ധമായിട്ട് വെച്ചാൽ വളരെ അടുപ്പമുള്ള ഒരു ബന്ധമായിട്ട് അത് മാറി. ഭയങ്കര ഭാഗ്യം. ഓക്കെ, സാറിന്റെ നിശ്ചയാർത്ഥം അതൊരു ഭാഗ്യമായിട്ട് അല്ലേ? ഒന്നും ഞാൻ പറയാം അല്ലെ. ആക്ച്വലി 20 വർഷത്തോളം അഡ്വർടൈസിംഗ് ഫീൽഡിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് എപ്പോഴാണ് തോന്നിയത് താങ്കൾ ഒരു കഥാകൃത്താവാം, ഇതാണ് എന്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭം എങ്ങനെയായിരുന്നു? അത് ജിത്തു ആണോ പ്രേരണ, അതോ സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞു എനിക്ക് എഴുതാൻ പറ്റും? അല്ല അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ എഴുതുമായിരുന്നു. ഞാൻ കഥയൊക്കെ എഴുതുമായിരുന്നു. കഥാമത്സരത്തിനൊക്കെ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. കോളേജ് മാഗസിൻസിൽ എൻ്റെ കഥ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ എഴുതുമായിരുന്നു. ഞാൻ ഈ BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് ജേർണലിസം ഫീൽഡ് തിരഞ്ഞെടുത്തതും ക്രിയേറ്റീവ് റൈറ്റിംഗിലേക്ക് പോയതൊക്കെ എനിക്ക് എഴുത്തിനൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ എഴുതണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം തന്നെയാണ്. അപ്പൊ അതിനകത്തിൽ പലപ്പോഴും കഥകൾ ഇങ്ങനെ പറയുമ്പോൾ ജിത്തു എന്നോട് പറയാറുണ്ട്, നിങ്ങൾ എഴുത്, നല്ല കഥകൾ പറയുന്നുണ്ടല്ലോ, അപ്പൊ എഴുതി ഒരു തിരക്കഥയുടെ രൂപത്തിലാക്കാന്നൊക്കെ പറയും. അത് പല കാരണങ്ങളാൽ നീണ്ടു പോയിട്ട് അതിന്റെ ഒരു ടൈം വന്നത്
2017 ഉള്ളൂ. അത്രേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. അത്രയത്തെ വ്യത്യാസം. അപ്പൊ ഈ കഥ നമ്മള് കഥ എഴുതുന്ന പോലെയല്ലല്ലോ സാർ ഒരു തിരക്കഥ. ഞാനിത് ചോദിക്കുന്നത് വെച്ചാൽ മറ്റു പലരും കഥ എഴുതുന്നവരുണ്ടാവും, പക്ഷെ അവർക്കൊരു തിരക്കഥയിലേക്ക് എത്തിപ്പെടാൻ അതെ അതെ അപ്പം സാറ് എന്തായിരിക്കും അവർക്കുള്ളൊരു അഡ്വൈസ് കൊടുക്കുന്നത് സ്റ്റോറി ടു സ്ക്രീൻ പ്ലേ എഴുതാനായിട്ടുള്ള സാറിന്റെ അനുഭവം? അല്ല, ഈ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സാഹിത്യ രൂപങ്ങളാണ് കഥയും തിരക്കഥയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എന്നോട് ഇപ്പൊ ഒരു കഥ എഴുതി ആൾക്കാരെ ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻ ചെയ്യിക്കുക അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഒരു തിരക്കഥ എഴുതാൻ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. എനിക്കത് പറ്റുന്നുണ്ട്. അത് എന്താണ് അതിന്റെ വ്യത്യാസം എന്തുകൊണ്ടാണ് അത് പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ ഒരു നല്ല കഥകൾ എഴുതുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു തിരക്കഥയാക്കാൻ പറ്റണം എന്നില്ല. ഈ കഥയ്ക്കകത്തിലെന്ന് വെച്ച് കഴിഞ്ഞാല് കഥയ്ക്കകത്തിൽ നമ്മൾ പറഞ്ഞു ഫലിപ്പിക്കുക. നമ്മൾ ഒരു വിഷ്വല് നമ്മൾ ആൾക്കാർ വിഷ്വലൈസ് ചെയ്യുക. കഥയ്ക്കകത്തിലാവുമ്പോൾ ആൾക്കാർ വിഷ്വലൈസ് ചെയ്യാണ്. സിനിമയിൽ അങ്ങനെയല്ല, നമ്മളിത് വിഷ്വലാക്കി കാണിച്ചു കൊടുക്കണം. നമുക്കൊരിക്കലും ഈ എന്താ പറയുക, കഥയിൽ നമുക്ക് എഴുതുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മള് ഈ എന്താ ഞാൻ അവിടെ നിന്നിട്ട് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന പോലെ തോന്നി, ചുറ്റും പ്രകമ്പന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ ആസ്വാദകന് അത് ശരിക്കും പറഞ്ഞാൽ വായിച്ച് അവന്റെ രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതേസമയം നമ്മളൊരു സിനിമയാണെങ്കിൽ അത് എത്ര ഇതിലായിട്ട് നമ്മളത് പറഞ്ഞു ഫലിപ്പിക്കണമെങ്കിൽ ഏതൊക്കെ സീൻ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ ബിഹേവ് ചെയ്യണം, എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മുടെ മനസ്സിൽ വന്നാലേ നമുക്കതൊരു തിരക്കഥാ രൂപത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അത് ഭയങ്കര വ്യത്യാസമുള്ളൊരു കാര്യമാണ്. അതിപ്പോ എങ്ങനെയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് വളരെ ഡിഫറെന്റ് ആണ്. കഥ എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് പോലെയല്ല തിരക്കഥ എഴുതി ഫലിപ്പിക്കുക. തിരക്കഥ എഴുതി ഫലിപ്പിക്കുന്ന പോലെയല്ല കഥ, രണ്ടും വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. സാർ ആദ്യം ഒരു കഥ എഴുതിയിട്ടാണോ തിരക്കഥയിലേക്ക് പോകുന്നത്? ഒരിക്കലും അല്ല, ഞാൻ കഥ എഴുതാറില്ല. കഥ എഴുതാറില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിലൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ, ഒരു ആദ്യ മധ്യാന്തത്തിൽ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു ആദ്യത്തെ ഒരു സിനിമയുടെ ഒരു കാര്യം അങ്ങനെയാണ്, ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിലിട്ട് നമ്മൾ വളർത്തി 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 ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ പറയാവുന്ന ഒരു സീക്വൻഷ്യൽ ഓർഡർ ആയി കഴിയുമ്പം നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറയും, ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇതെങ്ങനെയുണ്ട്, കേട്ടു നോക്ക്. അപ്പൊ 2-3 പേര് കേൾക്കുമ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന്റെ 1 മുതൽ 80 വരെ സീനുകളാണെങ്കിൽ അതിന്റെ സീൻ ഓർഡറാണ് ഞാൻ എഴുതുന്നത്. കഥ എഴുതാറില്ല. 1-ാമത്തെ സീനിൽ ഇന്നത് സംഭവിക്കുന്നു, 2-ാമത്തെ സീനിൽ ഇങ്ങനെ സംഭവിക്കുന്നു, 3-ാമത്തെ സീൻ, അങ്ങനെ എഴുതിയാലേ അത് തിരക്കഥയാവത്തുള്ളൂ. ചിലപ്പോൾ ഒരു കഥയായിട്ട് നമുക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അത് ചിലപ്പോൾ തിരക്കഥയാവണമെന്നില്ല. തിരക്കഥയാവണമെങ്കിൽ ഈ സീക്വൻസുകൾ നന്നായി വരണം, ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കുന്ന സീക്വൻസുകൾ വരണം. ഒരു സീൻ പോലും അനാവശ്യമെന്ന് പ്രേക്ഷകന് തോന്നാത്ത രീതിയിൽ സീനുകൾ ഉണ്ടാവണം. ആ സീനുകൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടായിട്ട് കഥ വളരണം. കഥ വളരണം. കഥയിലെ നായകനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ക്യാരക്ടറിനോ ഒരു ടാസ്ക് ഉണ്ടാവണം. ആ ടാസ്ക് നമ്മൾ എത്തുന്നതിലേക്ക് പ്രേക്ഷകനും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എക്സൈറ്റഡ് ആയി വരണം. അയാളെ സാധിക്കുമോ. ആ രീതിയിൽ കോർത്ത് ഈ സീക്വൻസുകൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് തിരക്കഥയാവുന്നത്. അപ്പൊ നമ്മള് അവിടെ സാർ അത് ബേസിക്കലി ബ്രില്യന്റ് ആയിട്ട്, ഞാനത് സാറിനായിട്ട് നുണക്കുഴിയിൽ അത് ബ്രില്യന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി കണക്ടിങ് വിത്ത് ക്യാരക്ടേഴ്സ്, സീക്വൻസ്, സീന്, അതായത് നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു പരിധി ഞാൻ കാണുമ്പോൾ, പടം കാണുമ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം അതുമായിട്ട് എങ്ങനെ കണക്ട് ആവും, മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, മനസ്സിലായില്ലേ? പക്ഷെ അത് ബ്രില്യന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മച്ച് അപ്രീഷിയേറ്റഡ്. അപ്പൊ ഞാൻ അതിന്റെ അതാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാം. സാർ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ഫോർ എ സ്റ്റോറി ചെയ്തിട്ടാണോ സ്ക്രിപ്റ്റിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേക്ക് പോകുന്നത്? ബട്ട് ഐ അണ്ടർസ്റ്റുഡ്. അതുകൊണ്ടാണ് ആ ഫിലിമിന് ബ്രില്യന്റ് ആണ്. ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ആലോചിക്കും ഓരോ ക്യാരക്ടേഴ്സിനെയും പ്ലേസ് ചെയ്തേക്കുന്ന അവരുമായിട്ട് കണക്ഷൻസും ഞാൻ വീണ്ടും ഊന്നി പറയുന്നു, അടിപൊളിയായിട്ട് നുണക്കുഴിയിൽ ചെയ്തിട്ടുണ്ട്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഒരു കാര്യം, ആ സ്ക്രിപ്റ്റ് എഴുതാൻ സാർ എത്ര ദിവസം എടുത്തു? നുണക്കുഴി എഴുതാനോ?